കയറി. സാറേ, ഔസേപ്പിനെ സാറിന് അറിയാമല്ലോ. ഈയിടയ്ക്ക് പുള്ളിയുടെ ഭാര്യ, അതിനുശേഷം ഔസേപ്പ് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അതിൻ്റെ ഒരു വിഷമമുണ്ട് പുള്ളിക്ക്. ഔസേപ്പേ, എന്തു പറ്റിയടോ തനിക്ക്? അമ്മയും ഒരു നല്ല മോനും ഇല്ല തനിക്ക്. താൻ ഓടി നടന്ന കുടുംബം നോക്കിക്കൊണ്ടിരുന്ന ആളല്ലേ അല്ലേ? തനിക്ക് എന്ത് വിഷമം ഉണ്ടായാലും ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഉണ്ട്. പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാത്ത ഒരു കാര്യവും നമുക്കില്ല. എന്തിനും നമുക്ക് പരിഹാരമുണ്ട്. സാറില്ലാതെ പറ്റണില്ല. സി ദ റിപ്പോർട്ട് ഈസ് എക്സ്പെക്റ്റഡ്. വിഷം ഉള്ളിൽ ചെന്ന് തന്നെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ ഫാദറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഈ വിഷം റബ്ബറിനൊക്കെ അടിക്കുന്ന മരുന്ന്, ആൻഡ് ഇറ്റ്സ് ഹൈലി ടോക്സിക്. അത് ഡയറക്റ്റ് കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പുള്ളി തേനിൽ ചാലിച്ചാണ് കഴിച്ചിരിക്കുന്നത്. പിന്നെ ഇനി മറ്റൊരു കാര്യം കൂടി. ഈ കേസിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു വൈറ്റൽ ഇൻഫർമേഷൻ ആകും. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഹാപ്പൻ. ആക്ച്വലി ഇറ്റ് ഈസ് ഷോക്കിംഗ്. സീ ദ കോസ് ഓഫ് ഡെത്ത്. ഈ പറഞ്ഞ വിഷം തന്നെയാണെങ്കിലും ആസ് പെർ ദ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എ ക്വാണ്ടിറ്റി ഓഫ് സ്പെർം അയാളുടെ സ്റ്റൊമക്കിലുണ്ടായിരുന്നു. ഐ തിങ്ക് ഹി മൈറ്റ് ഹാവ് ഡൺ ആൻ ഓറൽ സെക്സ് ബിഫോർ ഡെത്ത്. വാട്ട്? സി എക്സാക്ട്ലി ദ സെയിം ഷോക്ക് ഫോർ മീ ആൾസോ. കുറച്ചു മുമ്പ് ഞാനും ഈ കാര്യം പറഞ്ഞ് ടെൻഷനായി. ഇത് ഫോഴ്സ്ഡായിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇഫ് സോ ഇറ്റ് വിൽ ബി ക്ലിയർ റൂട്ട് ഫോർ യു ഗൈസ് ടു ഫൈൻഡ് ദ റൈറ്റ് വൺ. ഐ മീൻ ദ റൈറ്റ് വൺ. ഓക്കെ, താങ്ക് യു. സർ, ഒരു മിനിറ്റ്. ഈ റിപ്പോർട്ട് ഇതുവരെയും കോൺഫിഡൻഷ്യലാണ്. ഇത് പുറത്തു വന്നാലുള്ള കോൺസിക്വൻസസ് അറിയാമല്ലോ. ഇറ്റ് ഈസ് ഹൈലി കോൺട്രവേഴ്ഷ്യൽ. ഒരാൾ കാരണം ഒരു മതം മുഴുവൻ വ്രണപ്പെടാൻ പാടില്ല. ഇപ്പോൾ ഇതുവരെ ഈ റിപ്പോർട്ട് കോൺഫിഡൻഷ്യലാണ്. നൗ ഇറ്റ്സ് അപ് ടു യു. ഡോക്ടർ പറഞ്ഞതിനും കാര്യമുണ്ട് സാർ. ഈ ഇടവകക്കാരുടെ മുമ്പിലെല്ലാം നല്ല പിള്ള ചമയെങ്കിലും ഈ അച്ഛനാളത്ര നല്ല പിള്ള ഒന്നും അല്ലേ സാർ? എനിക്കറിയാം. നൗ കം ടു ദ പോയിന്റ്. ഈ കേസിലെ കപ്പ്യാറുടെ മൊഴിക്ക് വളരെ ഇമ്പോർട്ടൻസ് തൽക്കാലം പുറത്ത് ആരും അറിയണം. അതുകൂടാതെ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു ഫോഴ്സ്ഡ് ഓറൽ സെക്ഷനുള്ള യാതൊരു പോസിബിലിറ്റി. അതെ സാർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ടൈം ഓഫ് ഡെത്ത്. രണ്ടാമത്തെ കാര്യം, കപ്പ്യാറുടെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ആ സമയത്ത് ഫാദറിനെ കാണാൻ വന്ന എഡ്വിൻ. എല്ലാം കൂടി കണക്ട് ചെയ്യുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ആ പണിക്ക് കൊണ്ടുവന്ന കൂടെയല്ലേ ഒരു കുപ്പി ഉണ്ടല്ലോ, അതെടുക്കല്ലേ. ഉഗ്രം വിഷ, നമ്മുടെ റബ്ബറിനടിക്കാനുള്ള മരുന്നാ. ചെറുക്കനൊക്കെ ഉള്ളതാ, എടുത്ത് മാറ്റി വെച്ചേക്കണേ. ഞാനൊന്നും എടുക്കത്തൊന്നുമില്ല. എന്നാലും അവരുടെ ഒരു കാര്യേ, എത്ര നേർച്ചയും വഴിപാടും ചെയ്തിട്ട് അവർക്കൊരു കുഞ്ഞുണ്ടായേ. കഷ്ടമായിപ്പോയി. എന്നാലും കുറച്ചും കൂടി ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടായിരുന്നു. അതെ അതെ. അല്ലേ, കുട്ടികളൊക്കെ ഉള്ള വീട്ടില് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിക്കണ്ടേ? അത് മുഴുവനും തീർക്കരുത്, വൈകിട്ട് അത്താഴം കഴിക്കാനുള്ളതാ.
പക്ഷേ എഡ്വിൻ ചെയ്യുന്നതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല സർ. ഈ ഫാദർ ഒളിഞ്ഞും പറഞ്ഞും ചെയ്തു കൂട്ടിയ കാര്യങ്ങളിൽ പല കുടുംബങ്ങൾ അവിടെ അനാഥമായിട്ടുണ്ട്. അതോടുകൂടി അവൻ്റെ കുടുംബത്തെ ബാധിക്കുന്നു കണ്ടപ്പോൾ മേ ബി ഇറ്റ്സ് മോർ ദാൻ ഹീ കുഡ് വെയിറ്റ്. സാറയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇതേ വിഷമാണ്. അങ്ങനെയാണെങ്കിൽ അതിപ്പോൾ ഒരു സൂയിസൈഡ് ആണെന്ന് പറയാൻ പറ്റുമോ? സാറ് പറഞ്ഞു വരുന്നത് എഡ്വിൻ കപ്പേരോട് പറഞ്ഞത് തന്നെ, അമ്മയോട് തോന്നിയ വിരോധം അതൊരു സ്ട്രോങ് റീസൺ തന്നെയാണ് ഫോർ എനിവൺ ടു കമ്മിറ്റ് എ ക്രൈം. മരിക്കുന്നതിന് മുമ്പ് ഈ സാറ് പ്രഗ്നന്റ് ആയിരുന്നില്ല. ഇതാർക്കാ? ഇതെന്റെ സാറാമോക്കാടാ പൊളിക്കുന്നത്. നീ ഇത് കളിക്കാൻ പോകുന്നില്ലേ? കളിക്കാൻ പോയിരുന്നു. ആ പോയോ? നല്ല ഇത് നീ മധുരം. അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കേ. മഴ വരുന്നു, ഞാൻ പോയി തുണി എടുത്തോണ്ട് വരട്ടെ കേട്ടോ. ആ ശരി. കഴിച്ചു. അമ്മച്ചി എന്തി? അമ്മച്ചി അപ്പുറത്ത് തുണി എടുക്കാൻ പോയി. മഴ വരുന്നുണ്ട്. ബാക്കി മോൻ കഴിച്ചു. മോനെ, അമ്മയ്ക്കൊരു തലവേന പോലെ. അമ്മ കുറച്ചേരം പോയിന്ന് കിടക്കട്ടെ. മോൻ ഇതൊന്ന് നോക്കണേ. അമ്മച്ചി വരുമ്പത്തേനൊന്ന് ഏൽപ്പിച്ചേരും. ശരി. അമ്മേ, എന്താ മോനെ? അമ്മേ, എന്തു പറ്റി മോനെ? മോളെ സാറേ, സാറേ, അയ്യോ എന്റെ മോള്. സാറപ്പ ഈ കുഞ്ഞ് ഫാദർ, കർത്താവിനെ പോലും പരീക്ഷിക്കാൻ ഇറങ്ങിയ സാത്താന്റെ പുതിയ രൂപം. സാർ, ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട പെൺകുട്ടി അതൊരു പക്ഷേ സൂയിസൈഡ് ആയിരിക്കും. പക്ഷേ നമ്മളിവിടെ സാറുടെ കാര്യത്തെ കുറച്ച് മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നല്ലേ സാർ? നമ്മളിവിടെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ ക്രൈം ചെയ്തത് കുട്ടിയാണെന്നോ, അതോ ഇടവകയിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്ന ഫാദർ കുറ്റക്കാരനാണെന്നോ? സാർ അങ്ങനെ ചോദിച്ചാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ചാണെങ്കിൽ ഒരു ക്രൈം ചെയ്തതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ചെയ്യാനുണ്ടായ കാരണവും. അതെ സാർ. അവൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ ഏതൊരാളും ചെയ്യുന്ന കാര്യമേ അവൻ ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റിസിബിൾ. സഫറിങ്സ് അതിനും ഒരു ലിമിറ്റുണ്ട്. ഡോക്ടർ പറഞ്ഞ പോലെ ഈ കേസിലൊരു കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്. കൂടിപ്പോയ വിശ്വാസികളെല്ലാം ചേർന്ന് അച്ഛനെ ഒരു പുണ്യാളനാണ്. അതല്ലേ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സാക്ഷികൾ കണ്ണടക്കി, നിയമം കണ്ണടക്കി, ഇപ്പോൾ ദൈവം പോലും കണ്ണടക്കി. ഇത്രയും കാര്യങ്ങൾ ഫാദർ ചെയ്തു കൂട്ടിയിട്ട് മരണാനന്തര ക്രൈസ്തവ ബഹുമതികൾ കൂടെ കൊടുക്കും. അതും കൂടെ നമ്മൾ കാണണം. സോ നൗ ഐ മേക്ക് ഇറ്റ് ക്ലിയർ. മരണപ്പെട്ട സാറ, ആ പെൺകുട്ടി, പിന്നെ ഫാദർ, ഇവരാരും മരണപ്പെട്ടതിൽ ഒരു അസ്വാഭാവികതയുമില്ല. സൂയിസൈഡ് ഓർ പേഴ്സണൽ റീസൺസ്. ഷുവർ സർ. ഇത് നമ്മുടെ നിയമം അനുസരിച്ചല്ല, ഞാൻ അനുവദിക്കുന്ന നീതിയാണ്. ജസ്റ്റിസ് നോട്ട് ഓൾവേസ് ലോഫുൾ. ഓക്കെ? ശരി സാർ. അല്ലെങ്കിൽ ഇവനെപ്പോലുള്ളവനൊക്കെ ചാകുന്നത് നല്ലത്. ഇത്രയൊക്കെ ചെയ്തിട്ടും അവനത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആ അച്ഛൻ, ഹീസ് എ ബ്ലഡി ഫെഡ് ഓഫ് ഫൈ. പിന്നെ അച്ഛൻ്റെ മരണം ആത്മഹത്യയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ശരിയാണ് സാർ. അതിന് വേണ്ടുന്ന തെളിവെന്താന്ന് വെച്ചാൽ താൻ റെഡിയാക്കിക്കും. നാട്ടുകാരുടെ വായടപ്പിക്കാനത്. പിന്നെ ഇയാളുടെ കൂപ്പിലെ മരണം കാരണം നാട്ടുകാർക്കും ഗുണമുണ്ട്. അവറാച്ചൻ്റെ ഷാപ്പൊക്കെ നാട്ടുകാർ തന്നെ കയറി താർത്തിട്ടു.
നമ്മൾ വില കൊടുക്കായിരുന്നു. അതെ സാർ, സത്യത്തിൽ ഇവനെ പോലുള്ളവനൊക്കെ കൂടിയാ ഈ നാടിനെ നാട്ടുകാരെ നശിപ്പിക്കുന്നത്. അതെ. പിന്നെ ഇക്കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. മനസ്സിലായോ? ശരി. മോനെന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്?